ഞാനൊരു ദിവസം ഒരു സൈവർ എന്ന് വെച്ചൊരു മനുഷ്യന് പക്ക വെള്ളവഴിയാണ്. പുള്ളിക്കാരൻ അവിടെ സൗദി അറേബ്യയിലെ മെയിൻ പരിപാടി വാറ്റായിരുന്നു. സൗദി അറേബ്യ ചാറ്റുചാര ഉണ്ടാക്കി അവർ പിടിച്ച് വെട്ടിക്കളും. പെടലി വെട്ടി ഒരു വെള്ളിയാഴ്ച വെച്ച് പെടലി വിട്ടും. പെടലി വെട്ടുന്നതിന് പകരം അവൻ്റെ ജോലിയും കളഞ്ഞ് അവൻ അവിടുന്ന് പോന്ന്. അവൻ്റെ വിസ എക്സ്പയറായി. അവൻ്റെ വിസ അവൻ്റെ ആളെ അക്കാമ അവർ പിടിച്ചു വെച്ച് ആളെ ഡീപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ സൈവർ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടത് ധ്യാനം കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ രാത്രി 2 മണി വരെ ആൾക്കാരെ കാണുമായിരുന്നു. തപസ് ധ്യാനം നടക്കുന്ന കാലത്ത്. അപ്പോൾ എല്ലാവരെയും കണ്ടു പോയി. 3:30 മണിയായപ്പോൾ ഞാൻ വൈകുന്നേരം 6 മണിയോടെ നിൽക്കുന്ന ആൾക്കാരെ വെളുപ്പിന് 3 മണി വരെ ആയി. അപ്പോൾ എത്ര മണിക്കൂർ ഞാൻ നിന്നവിടെ. അപ്പോൾ അതിൻ്റെ കണ്ണും തലയും കറങ്ങി കാര്യം 6 മണിക്ക് ഞാൻ എത്ര കയറിയിട്ട് ഞാൻ വെളുപ്പിന് 3 മണി വരെ ഇവിടെ ഉണ്ട്. അവസാനം വരെയുള്ള ആൾക്കാരെ കണ്ട് തപസ്സിനെ കൂടി ആൾക്കാരെല്ലാം കണ്ട് പോകുമ്പോഴും ഇവൻ പോകാതെ അവിടെ നിൽക്കുകയാണ്. ഞാൻ സേവറിന് എനിക്ക് കഴിയാവുന്ന കാര്യം ഞാൻ തിരിച്ചു വിളിച്ചു. നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അവനിങ്ങോട്ട് വരണമില്ല പോണുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്താ? അപ്പോൾ ഞാൻ എവിടെ പോകാനാണ്? എന്നെ അവർ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടേക്ക് അക്കാമ പിടിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കാശുമില്ലെന്ന് പറഞ്ഞു. നാട്ടിൽ നിൽക്കാൻ പറ്റണില്ല. നാട്ടിൽ ഞാൻ ഇപ്പം ചെന്ന കടക്കാർ മൊത്തം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട് വളഞ്ഞു കാണാം. ഇവന് ഈ പ്രതികളെപ്പോലെയാണ്. അതായത് രാത്രി 10 മണി രാത്രി 12 മണിക്കേ വീട്ടിൽ കയറി ചേരത്തുള്ളൂ. കാര്യം അത്രയും ആൾക്കാരുടെ കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെളുപ്പിനായിട്ട് വൈകുന്നേരം തൊട്ട് ഇവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഇവൻ വീട്ടിലില്ലെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. ഇത് വെളുപ്പിൽ 4 മണി തൊട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഇവൻ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ചടുമ പിടിക്കാൻ വേണ്ടി. അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുകയില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ തലയും പൊട്ടി എനിക്കിപ്പോൾ ബോധം കെട്ട് വീഴുവാൻ ഇല്ലെങ്കിൽ ഫെയിൻ്റായി പോകുന്നില്ല അറിയാൻ പാടില്ല. കാര്യം എനിക്ക് 6 മണിക്ക് കുർബാന ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അമ്പലപ്പുഴ പള്ളി ഇരിക്കണമെന്ന്. അപ്പോൾ അവിടെ പോയി കുർബാന ചെല്ലണം. അപ്പോൾ അതിനെല്ലാം ആവതില്ല, പക്ഷേ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടം വരെ ഞാൻ നീ ഒരു പണി ചെയ്യും. അന്ന് അമ്മയുടെ രൂപം ചെറിയ രൂപമാണ്. ആ രൂപം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നെറ്റ് നേരെ നിൽക്കാൻ പറ്റാതെ കാരണം നെറ്റ് കൊണ്ടുവന്ന് അമ്മയുടെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞ് നീ ഒന്നും ഇങ്ങോട്ട് തിരിച്ച് പറയരുത്, ഞാനിവനെ കയറ്റി പിടിക്കണമെന്ന് പറയും. അക്കാമ പിടിച്ച സ്ഥലത്തേക്ക് അക്കാമ പിടിച്ചു വെച്ച തൊഴിൽ ചെയ്യാനുള്ള പെർമിറ്റ് പിടിച്ചു വെച്ച സ്ഥലത്തേക്ക് ഇനി 19 ദിവസം കൊണ്ട് വിസ എക്സ്പയർ ആകാൻ. ഇവൻ ആ രാജ്യത്തിലോട്ട് ഞാൻ കയറ്റി പിടിക്കുകയാണ്. അമ്മയൊന്നും തിരിച്ച് എന്നോട് പറയരുതെന്ന് പറയും. കാര്യം തിരിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരിയേറെ യുക്തിപരമായ കാര്യങ്ങൾ ഇവനെക്കുറിച്ച്. ഇവൻ അവിടെ പോയി ചാരാൻ മാറ്റുന്ന പാർട്ടിയാണ്. ഇവന് ഒരു മെറിറ്റുമില്ല. അവനെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? സൗദി അറേബ്യയിൽ പോയി ചാരാൻ മാറ്റുന്നവനെ ആര് സ്പോൺസർ ചെയ്യാനാണ്? ഒരു മനുഷ്യന് സ്പോൺസർ ചെയ്യത്തില്ല, ഒരു ദൈവം സ്പോൺസർ ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് അമ്മയോടൊരു ബന്ധം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ഞാൻ അമ്മയുടെ നെഞ്ചത്തേൻ്റെ തല വെച്ചിട്ട് പറയും ഇവരെ ഞാൻ കയറ്റി വിടുകയാണ്, അമ്മ എന്നോട് തിരിച്ച് പറയുമെന്ന് പറയും. ഞാൻ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും അവനോട് സംസാരിക്കണം. ഞാനൊരു കാശ് ലഭിച്ച് അമ്മ നിലകൊണ്ട വെളുപ്പിനെ പൊട്ട് വെക്കാൻ പറയും. അവൻ എങ്ങനെയോടൊന്ന് കുറച്ച് പൈസ സംഘടന 19,000 രൂപ മതിയായിരുന്നത് അന്ന് പോകാൻ. അവൻ കയറിപ്പോയിട്ട് ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും. എൻ്റെ അച്ഛൻ എന്നെ ഓരോ കമ്പനിയിലും ഞാൻ ഈ വെയിലത്ത് അലഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എന്നെ ഓരോരുത്തും എടുക്കണില്ല. ഇപ്പോൾ എൻ്റെ വിസ എക്സ്പയർ ആകും. അപ്പോൾ അവന് ദിവസം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അവസാനം വിസ എക്സ്പയർ ആകുന്നതിന് 1 ദിവസം മുമ്പ് എന്നെ വീണ്ടും വിളിക്കും. അച്ഛൻ നാളെ വിസ എക്സ്പയർ ആകും, ഞാൻ ജയിലിലാകും, എനിക്ക് ഒരു മാർഗ്ഗം. ഞാൻ പറഞ്ഞു മോനെ വിശ്വാസ പ്രമാണം ചൊല്ലി നീ സഞ്ചരിക്കുക, നീ പ്രാർത്ഥിക്കുക, ഇത് നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഒരു മാതാവിനെ വെച്ചിട്ടുണ്ട്. അത് തൈക്കാട്ടുചേരി ഇരിപ്പുണ്ട്. ഇപ്പോൾ അമ്മയുടെ മടിയിൽ ഉണ്ണീശോ ഇരിക്കണതാണ്. അപ്പം ഞാൻ മാതാവിനെ കയറി ഇങ്ങനെ പിടിച്ചിട്ട് പറയും അമ്മേ അവൻ നാളെ വിസ എക്സ്പയർ ആകും, ഇനി 18 മണിക്കൂർ ടൈമേ ഉള്ളൂ. ഇതിനുള്ളിൽ അമ്മയെ ആശ്രയിച്ച ഒറ്റ ആളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ കയറ്റി വിട്ടിരിക്കുന്നത്, എന്നോട് തിരിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ മെഷന്ന് ഇങ്ങനെ കവർന്ന് പിടിച്ചിരിക്കുന്ന അമ്മയെ താഴെ കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇരിക്കും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവനെ തിരിച്ചു വിളിക്കും. തിരിച്ചു എൻ്റെ അച്ഛാ എന്നെ ഒരു കമ്പനീൻ്റെ എടുത്തെന്ന് പറയും. 1 മണിക്കൂറിലെടുക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ, ഇനി എനിക്ക് 12 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ എന്നെ അക്കാമ പിടിച്ചു വെച്ചിരിക്കുന്ന കമ്പനി എനിക്ക് റിലീവിങ് ഓർഡർ വേണം. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴുണ്ട് അറബി ടൂറിന് പോയിരിക്കുകയാണ്.
അറബി ഈ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ്. ഇറാഖിലാണ് പോയിരിക്കുക. അറബിയും വൈഫും കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ തിരിച്ചു വരണതിന് 2 ആഴ്ച എടുക്കും. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ വിസ എക്സ്പയർ ആകും. ഇവരെനിക്ക് റിലീവിങ് ഓർഡർ തരത്തില്ല, ഈ കമ്പനി എന്നെ എടുത്ത കമ്പനി റിജക്റ്റ് ചെയ്യും. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വഴിയില്ലേ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അമ്മയോട് പറയാം, അമ്മേ അറബീനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാം. അവന് അക്കാമയും തിരിച്ചു കൊടുക്കണം, റിലീവിങ് ഓർഡർ കൊടുക്കണം, അല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയാം. ഉടനെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അറബി ഒറ്റയ്ക്ക് ചാർട്ടേഡ് പ്ലെയിനിൽ അവിടെ ലാൻഡാകും. ലാൻഡാകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽക്കുകയാണ്. അറബിയുടെ കാറ് പോകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽപ്പുണ്ട്. അവനെ ഡിസ്മിസ് ചെയ്തവനാണ്. അപ്പോൾ എന്താ സാറേ, സാറ് ഡിസ്മിസ് ചെയ്ത് എന്നെ പുറത്തൊരു കമ്പനി എടുത്ത് എനിക്ക് റിലീവിങ് ഓർഡർ, ദാറ്റ്സ് ഓക്കെ ക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഓഫീസിൽ ചെന്നിട്ട് റിലീവിങ് ഓർഡർ എഴുതി കൊടുക്കും. ഇത് മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളൊരു വലിയ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ, അമ്മ ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ പറ്റത്തില്ല. ദൈവം അമ്മയെ ഒരു വാതിലാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ വാതിൽ ദൈവം അമ്മയിലൂടെ തുറക്കുന്നത്, അമ്മയിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ദൈവമാണ്. ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും കൈയടിച്ചോണ്ട് ജപമണിമാലകളിൽ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. യെശയ്യാ 22:22. യെശയ്യാ 22:22. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത്. വാതിൽ നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾ പറയും. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ്. അത് ദൈവമാണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്. സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം. സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ, സിസ്റ്ററിന് മോഡൽ പരീക്ഷയ്ക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ, അൽഫോൻസ മറിയത്തിന്. അപ്പം 4 കൊല്ലം നോക്കി ഈ രക്തസാക്ഷി പോവുകയാണ്. അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, സിസ്റ്ററിന് അഡ്മിഷൻ ഇല്ല, അറ്റൻഡൻസ് ഇല്ല. അതാണ് ഇത്രയും ആൾ ആശുപത്രിയിലല്ലേ, 13 ടൈമും ആശുപത്രിയിലല്ലേ, മെറിറ്റില്ല. അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെറിറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കും, 10,000 രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ. അപ്പോൾ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കാശ് പോകത്തില്ലേ. അപ്പം അടക്കണോ, പൈസ അടക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളിൽ നിന്ന് സിസ്റ്ററിന് പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്, പിന്നെ നിനക്ക് അടച്ചാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ കൊണ്ട് 10,000 രൂപ അടക്കും. അടച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത പരീക്ഷ എന്താണ്, ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു 10-30% അറ്റൻഡൻസ് ടീച്ചറിനുള്ളത്, സിസ്റ്ററിനുള്ളത്. പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസ് നോക്കി 50% അറ്റൻഡൻസ്, 80% അറ്റൻഡൻസ് വേണം. ഇവർക്ക് 50% അറ്റൻഡൻസ് ഇല്ല. ഇത് എങ്ങനെ ഉണ്ടാക്കും? ഇല്ല, അവിടെ പോയിട്ടില്ലല്ലോ. നമ്മൾ എക്സ്പോഷർ പോയിട്ടില്ല, പ്രാക്ടിക്കലിന് പോയിട്ടില്ല, തിയറിക്ക് പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ആ സമയത്തെല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആള്, അല്ലെങ്കിൽ ICUവിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ്, കെട്ടപ്പാണ് മൊത്തം. പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാകണത്?
പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിന് 80% അറ്റൻഡൻസ് ഒന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് 30% ഉള്ളത് 80% ആക്കിയെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയണത്. ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് പ്രധാനപ്പെട്ടത്. നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയലേ. നിനക്ക് വേണ്ടി ജനതകൾ നൽകും, രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും, എന്തും നിനക്ക് വേണ്ടി ചെയ്ത് നിനക്ക് വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും. അതായത് ജനതകളെക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ജനസമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന 10 തരം പേരാണ് ഉടമ്പടി. ശ്രുതികട. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ നിങ്ങൾ നോക്കണം. ഇപ്പോൾ മോഡൽ എക്സാമിനൊക്കെ പോയി പാസ്സായെന്ന് പറഞ്ഞില്ലേ, ആള് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നോട്ട് ബൈ മെറിറ്റിൽ അത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക്, അവരുടെ ബാച്ച് കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എന്താ കിട്ടിയത്? അവർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് വിശ്വാസപ്രമാണം ചെല്ലുമെന്ന്. അതാണ് സംഭവം. ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവർ. അവരെന്താ ചെയ്യണത്? അവർ ഓരോ ഉടമ്പടി, അവർ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടങ്ങണത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഉടമ്പടി ഉപ്പ് എന്തിനാണ് വിതറണത്? ഞാനിവിടെ ആൾക്കാരോട് പറയും, സ്ഥലം കച്ചവടം വിൽക്കണില്ല, ജപ്തിയാണ്, വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ പറയും, നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം. അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം. ചില മന്ദബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല. അച്ഛനെ കാണുന്ന സീറ്റ് ഭാര്യയെടുക്കെന്ന് എടുത്തിരിക്കണുണ്ടാവും. ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും, ഭാര്യനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും. കാര്യങ്ങളെല്ലാം ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കണ്ടാമൃഗം വരും, ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും. അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധം അവനില്ല. ഞാൻ അവനോട് പറയും, നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം, വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുക, വിശ്വാസപ്രമാണം ചെല്ലണം. എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എനിക്കറിയാം ഇവന് ഉടമ്പടിയോട് ഒരു ബന്ധവുമില്ല. ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളൂ ഇവന്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പരീക്ഷക്കാർ വരുമ്പോഴേ ഇപ്പം +1 +2 ഒക്കെ വരുന്നോണ്ടല്ല, പിശാചുക്കൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല, അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് വേണ്ടി എടുക്കുന്ന അമ്മമാർ, അവർക്കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം, എന്താണ് ചെയ്യിക്കണം അവരെ കൊണ്ട്. അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ ഉന്തി തള്ളി നീലച്ചിട്ട് ആയിട്ട് കയറ്റി അത് ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം. നമ്മുടെ ഈ പോസ്റ്റിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും. നിൽക്കണ കൊണ്ടത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കളെ വന്ന് ആൾക്കാരെ നിൽക്കണത്. നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് ഞാൻ അവരെ ആശീർവദിക്കണത്. പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം? അവരോട് പറയണം,
ഉടമ്പടി എടുത്തിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം, ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം, അല്ല തലയും കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പോൾ നിന്റെ തലയും തൊട്ട് കൊണ്ടുപോയെന്ന് വരും. അപ്പം ദൈവത്തിനെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്, നടക്കത്തില്ല കാര്യങ്ങൾ, അത് വെക്കാൻ തേക്കണ പാണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ അൾത്താരെ വരുമ്പോൾ വൃത്തിമനമായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്തവരായിരിക്കണം. ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനം എടുക്കാത്തത്, പിള്ളേർക്ക് വെളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് 18 വയസ്സ് വരെ ഉടമ്പടി എടുപ്പിക്കാത്തത്. പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവരുടെ അമ്മമാരുടെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അമ്മമാരെന്ത് ചെയ്യണം? അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം. സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും വരെ എടുക്കുന്നത്. നമ്മളെന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ? എന്തിനാണ് ഉടമ്പടി ഉപ്പിടുന്നത്? ചില ചേട്ടന്മാർ ഞാൻ പറയും, നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലാൻ പറയും. അവർ കൊണ്ട് ഉപ്പിടും. എങ്ങനെ? ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി DDT ഇടത്തില്ലേ? ഉറുമ്പ് പോകാൻ വേണ്ടി DDT ഇടുന്ന പോലെയാണ് ചില ചേട്ടന്മാർ ഈ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുന്നത്. അങ്ങനെയുള്ള പരിപാടിയല്ല ഇത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞ കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരും. നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരും. നമ്മുടെ കഴിവ്, ബുദ്ധി, ആരോഗ്യം, ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല, ആ സ്ഥലം ആരെടുക്കാനാണ്? ഭൂമിയിൽ നമുക്ക് ഓഹരിയില്ല, നമുക്ക് മെരിറ്റില്ല. ബൈബിൾ പറയണത് മെരിറ്റിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത്. അതുകൊണ്ട് അഹറോനോട് പറയും, അഹറോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത്. സാൾട്ട് ഓഫ് ദി കവനൻ്റ് ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇസ്രയേലിൽ നിനക്ക് ഓഹരിയില്ല, ഞാനാണ് നിൻ്റെ ഓഹരി. അതാണ് നമ്മുടെ മെരിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെരിറ്റ് എന്ന് നമ്മൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത്. അതെടുത്തെ സംഖ്യ 18-19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും. ബൈബിളിൻ്റെ ഒരു പ്രശ്നം കണ്ടില്ലേ? ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പുങ്കന്മാരുടെ വന്നിരിക്കണവന്മാർ മനുഷ്യൻ മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിക്കണില്ലേ? എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ആ സംഭവം. അതായത് all the holy offerings that the Israelites present to the Lord, I have given you together with your sons and your daughters as a perpetual due. It is a covenant of salt. ആ ലവണ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല, ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന്. ഉപ്പ് എൻ്റെ ദൈവവേദന, നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക, കർത്താവേ എനിക്ക് മെരിട്ടില്ല. അതല്ല പറയണത്. എന്ത് രസമാണ് ആ വചനങ്ങൾ. 19-20 വായിച്ചേ. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. ഇസ്രായേലിൽ നിനക്ക് മെരിട്ടില്ലെന്ന്. ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല, നിന്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. അവരെ അവകാശം എന്ന് പറഞ്ഞ ഉടമ്പടി ഭാഷ മെരിറ്റാണ്. ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. നിനക്ക് ഓഹരിയുമില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ മെരിട്ടെന്ന്, ഞാനാണ് നിന്റെ അവകാശം. അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ, ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല,
നീയാണ് എൻ്റെ വിജയം, കർത്താവാണ് എൻ്റെ വിജയം. കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറവ് വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലെവൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കാര്യം: ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അറിയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരൂപം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം. നിൻ്റെ അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശും കൈ മാറരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസ പ്രമാണവും നിൻ്റെ ജീവിതവുമാണ്. വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിട്ടെന്ന് പറയണത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയണത് വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും. അപ്പോൾ നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി. ഞാൻ എന്തുകൊണ്ടാണ് അമ്മയെ തിരിച്ചൊന്നും പറയുന്നത്? എന്തുകൊണ്ടാണ് ആദ്യകാരോട് അമ്മയോട് പറയണത്? തിരിച്ചു പറഞ്ഞാൽ ഈ ചാരാൻ പറ്റുകാരന് 100,000 കുറ്റങ്ങൾ പറയാനുണ്ടാകും. ഇപ്പം അതല്ല ആവശ്യം. ഇപ്പം അവൻ നിലനിൽക്കുക, അവൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിച്ച് പോവുകയെന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം. അമ്മ കൃത്യമായിട്ട് ഇടപെടും. നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട. സിസ്റ്റർ മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടും. അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും. കാര്യം അവരാ 3 കൊല്ലം കടന്നുപോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരമാണ്. വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു, ദൈവം മാത്രം. ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ. അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത്. എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. കേട്ട വചനങ്ങൾക്ക്, വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് സംസാരിച്ച ഉടമ്പടിയുടെ ബലങ്ങൾ, അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളിപ്പോഴും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നമ്മൾക്ക് ആവശ്യിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന.
വിശ്വാസപ്രവചനം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവിന് തിരുമുൻപാടുന്ന വലതുകരം ഈ മകളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന, ഈ മകൻ്റെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. സിസ്റ്റുകൾ, മുഴ, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ കർത്താവ്, സർപ്പരോഗങ്ങൾ, അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ നാമത്തെ മാറിപ്പോകട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കുക. മുടി കൊഴിയുന്ന അസുഖങ്ങൾ, കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ, ചെവിടെ കേഴുക്കളുള്ള അസുഖങ്ങൾ, തൊണ്ടയ്ക്ക് അസുഖമുള്ള ടോൺസിൻ്റെ അസുഖങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവെ. ഈശോയെ വാതരോഗങ്ങളെ സ്പർശിക്കണേ കർത്താവ്. ഈശോയെ കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ, ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഹൃദയവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ നടുവ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥിസന്ധികൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, മരയിപ്പുകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവരെ, ജയിലിലായവരെ, വിസ എക്സ്പയർ ആകാൻ പോകുന്നവരെ, നിയമപരമായ കാരണങ്ങളാൽ വിദേശങ്ങൾ വിളിച്ച് താമസിക്കുന്നവരെ, ജീവിത പങ്കാളി മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, നാട്ടിലെ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ, തുടങ്ങിയതിൻ്റെ പേരിൽ കടമായി പോയവർ, സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, വസ്തു ലേലത്തിലായവർ, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവർ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹജീവിതക്കാർ, വിവാഹജീവിതം തകർന്നവർ, ഒന്നിച്ചു താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധമായ തിരുമുൻപാടുന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവെ.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 38 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയായ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ നാമത്തിൽ നിൻ്റെ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിക്കൊണ്ട് അങ്ങയുടെ ആരാധന